നിലാവ് നമുക്ക് വേണ്ടി അത് പെർഫോം ചെയ്യുന്നത് ഇഹാൻ താബിർ, ലിയാന ഹിലാനി, ആയിഷ ഷിസ, മുഹമ്മദ് അഫാൻ. ഇതിന് ചുക്കാൻ പിടിച്ചത് സുനി ഇർഷാദാണ്. So put your hands together for the team. So we have the Perunal Nilavu on stage. അസ്സലാമലൈക്കും. വലൈക്കും സലാം. റമദാൻ കഴിയാറായില്ലേ? നോമ്പ് നോറ്റിട്ട് എങ്ങനെയുണ്ട് മക്കളെ? ഉപ്പ, ആദ്യ ദിവസങ്ങളിൽ നല്ല ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും പട്ടിണി കിടക്കുന്നതിന്റെ പ്രയാസം മനസ്സിലാക്കാൻ പറ്റി. നീ എന്ത് പഠിച്ചു അഫാൻ? ഉപ്പ, എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുമായിരുന്നു. ഉമ്മ പറഞ്ഞു നോമ്പ് നോൽക്കുമ്പോൾ ദേഷ്യപ്പെടാൻ പാടില്ല എന്ന്. ഇപ്പോൾ ഐഷേന്റെ ടോയ്സ് എടുത്താലും എനിക്ക് ദേഷ്യം വരില്ല. നല്ല കുട്ടികൾ. എന്തായാലും നാളെ പെരുന്നാളല്ലേ, വാങ്ങിയ ഡ്രസ്സ് ഇഷ്ടായോ? എനിക്ക് ഒരുപാട് ഇഷ്ടമായി. എനിക്കും. ഉപ്പ, ഞങ്ങൾ ലിയാനയെ കാണാൻ പോകട്ടെ? ശരി, വേഗം വരണം, നോമ്പ് തുറക്കാനുള്ളതാണ്. ഹായ് ലിയാന. ഹായ്, രണ്ടാളും നല്ല സന്തോഷത്തിലാണല്ലോ. നാളെ പെരുന്നാളല്ലേ, ഉപ്പ പുതിയ ഡ്രസ്സ് വാങ്ങി തന്നിട്ടുണ്ട്. നല്ല ഭംഗിയാണ് എൻ്റെ ഡ്രസ്സ്. നിനക്ക് ഡ്രസ്സ് വാങ്ങിയോ? ഉപ്പ ഇന്നലെ ഉമ്മയോട് പറയുന്നത് കേട്ടു. ഉപ്പാക്ക് ജോലി ഇല്ലാത്തത് കൊണ്ട് ഇക്കൊല്ലം പെരുന്നാളിന് ഡ്രസ്സ് വാങ്ങാനുള്ള പൈസ ഇല്ലാന്ന്. അതുകൊണ്ട് ഞാൻ ചോദിച്ചില്ല. വിഷമിക്കണ്ട ലിയാന, നമുക്ക് വഴിയുണ്ടാക്കാം. എന്നാൽ ഞങ്ങൾ പോകട്ടെ? ബൈ ലിയാന. ബായ്. അവൾ നമ്മളുടെ ഫ്രണ്ട് അല്ലേ? നമ്മൾ പുതിയ ഡ്രസ്സ് ഇടുമ്പോൾ അവൾ മാത്രം പഴയ ഡ്രസ്സ് ഇടുന്നത് ശരിയല്ല. ഇക്കാക്ക, നമ്മുടെ ഉപ്പാന്റെ കയ്യിൽ പൈസ ഉണ്ടല്ലോ. ഉപ്പാനോട് പറയാം പുതിയൊരു ഡ്രസ്സ് വാങ്ങിക്കൊടുക്കാൻ. ശരിയാണ്, പക്ഷെ നമ്മുടെ കയ്യിൽ ഉപ്പ തന്ന പോക്കറ്റ് മണി ഉണ്ടല്ലോ, നമ്മൾക്ക് വാങ്ങിക്കൊടുക്കാം. ആഹാ, എത്തിയോ? എന്താണ് രണ്ടുപേർക്കും ഒരു സങ്കടം? ലിയാനക്ക് ഇത്തവണ ഈദിന് ഡ്രസ്സ് ഇല്ല. ഉപ്പ, ഞങ്ങളുടെ കയ്യിൽ കുറച്ച് ഈദിന് കിട്ടിയ പൈസ ഉണ്ടല്ലോ, ഞങ്ങളൊരു ഡ്രസ്സ് വാങ്ങിക്കൊടുക്കട്ടെ? മാഷാ അല്ലാ, ഉപ്പാന്റെ കുട്ടികൾ നല്ല മനസ്സുള്ളവരാണ്. നമ്മുടെ പ്രിയ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, ദാനം കൊടുക്കുന്നത് സമ്പത്തിനെ കുറയ്ക്കുകയില്ല. മറ്റുള്ളവരുടെ വിഷമം മനസ്സിലാക്കി അവരെ സഹായിക്കുന്നവരാണ് നമ്മുടെ പ്രവാചകന് ഇഷ്ടം. വാ ഉപ്പ, നമുക്ക് പോകാം. ലിയാനിയുടെ വീട്ടിൽ പോയാലോ നമുക്ക്? ഇത് എന്താ ഉപ്പ? ഇത് കുറച്ച് പലചരക്ക് സാധനങ്ങളാണ്. ഇത് അവർക്ക് കൊടുക്കാൻ. അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറക്കുന്നവൻ നമ്മളിൽ പെട്ടവനല്ല എന്ന് നമ്മുടെ പ്രിയ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഹായ് ലിയാന, ഇതാ നിനക്കുള്ള ഈദ് ഗിഫ്റ്റ്. ഇതെന്താ, എനിക്കുള്ളതാണോ? താങ്ക് യു ആയിഷ. ഇത് നിന്റെ ഉമ്മാന്റെ കയ്യിൽ കൊടുത്തോ, നാളത്തെ ഫുഡിനുള്ളതാണ്. ഓ, താങ്ക് യു. ലിയാനക്കുട്ടി, ഇതാ എന്റെ ഈദ് ഗിഫ്റ്റ്. ഈദ് മുബാറക്. ഈദ് മുബാറക് ഉപ്പ. കൽബിനുള്ളിൽ അനുഭൂതിയുടെ തേൻവർഷം ചൊരിഞ്ഞ് ത്യാഗനിർഭരമായ വ്രതാനുഷ്ഠാനത്തിന് തിരശീലയിട്ടുകൊണ്ട് അതാ അങ്ങകലെ ആകാശച്ചെരുവിൽ ശവ്വാലമ്പിളിയുടെ സുവർണനാളം തെളിയാൻ തുടങ്ങുന്നു. അത്തറിന്റെ സുഗന്ധം പേറി വരുന്ന കാറ്റിൽ പള്ളിമിനാരത്തിലെ പച്ചക്കുടികൾ പാറിക്കളിക്കുമ്പോൾ ശവ്വാൽ കുരുവുകൾ മർഹബ പാടുകയായി. വരൂ, നമുക്കും മർഹബ പാടാം അവരോടൊപ്പം.
تقبل الله منا ومنكم عيد مبارك علينا وعليكم تقبل الله منا ومنكم عيد مبارك علينا وعليكم عيد سعيد. Let's enjoy this happy day.